ഏറ്റവും സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാരോ അവനാണ് ഏറ്റവും നല്ല വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഭാര്യമാരോട് ഇന്നൊന്ന് ചോദിച്ചു നോക്കുക. ഒരു വ്യക്തി ചോദിക്കാണ്, എന്താണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ പറയുമോ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആനാണ്, ഖുർആൻ അനുസരിച്ചിട്ടാണ് എൻ്റെ ഭർത്താവ് ജീവിക്കുന്നത് എന്ന് നമ്മുടെ ഭാര്യയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ പ്രിയമുള്ളവരെ സാധിക്കുമോ എന്നുള്ളത് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക. ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഇസ്ലാമികമായി ജീവിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് കുടുംബ സംവിധാനത്തിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മളുടെ കൈവിട്ടു പോകുന്നു എന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളുടെ ഭാര്യയുടെ മനസ്സ് കവരാൻ നമുക്ക് കഴിയണം, നമ്മളുടെ ഇണയുടെ മനസ്സ് കവരാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമ്മളുടെ മക്കളുടെ മനസ്സ് കവരാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരുടെ കൂടെയൊന്നിരിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മളുടെ സമയം അതിനനുവദിക്കാറില്ല. സമയമൊക്കെ നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ദുനിയാവിൻ്റെ പുറകിലേക്ക് നമ്മൾ ഓടുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ മക്കളും അതിന് പുറകിൽ ഓടുമെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഈ ഓടുന്ന ഓട്ടം പോലെ നമ്മളൊരു റൂമിൻ്റെ മരുന്ന് മണക്കുന്ന റൂമിൻ്റെ മൂലയിലേക്ക് മാറുമ്പോൾ നമ്മുടെ മക്കളും ദുനിയാവിൻ്റെ പുറകെ ഓടാനുള്ളൊരു ഓട്ടമുണ്ട്. ആ ഓട്ടത്തിന് സമയത്ത് നമ്മളൊന്ന് ആഗ്രഹിക്കും, എൻ്റെ ചുക്കിച്ചുളിഞ്ഞ തൊലിയിൽ എൻ്റെ മകൻ എൻ്റെ മകളൊന്ന് തടവിയാൽ, ഒന്ന് തലോടിയാൽ എത്ര നന്നായിരുന്നു. എന്തിന് ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മകൻ ഇരുന്നെങ്കിൽ, എൻ്റെ മകൾ ഇരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കുന്നൊരു ദിനം നാളെ കടന്നു വരാനുണ്ട് എന്ന വസ്തുത പ്രിയമുള്ളവരെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകാനുള്ള ധാർമ്മികമായ ബോധം പകർന്നു നൽകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചില്ല എങ്കിൽ അതിൻ്റെ കൃത്യമായ ഫലം നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന വസ്തുതയും നമ്മൾ മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലെ കഴിക്കുന്നുണ്ട് വയറ് നിറയുന്നില്ല, റസൂലെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് എന്നാൽ വയറ് നിറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചുള്ള മറുപടി എന്താ? നിങ്ങൾ എങ്ങനെ കഴിക്കണത്? നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാണോ കഴിക്കണത്? അതല്ല, നിങ്ങൾ കൂടിയിരുന്ന് കഴിക്കണമെന്ന് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഉപ്പ ഒരു റൂമിലിരുന്ന് കഴിക്കുന്നു, മൂത്ത മകൻ ബെഡ്റൂമിൽ ഡോർ ലോക്ക് ചെയ്ത് അകത്തിരുന്ന് കഴിക്കുന്നു, ഉമ്മയാണെങ്കിൽ അടുക്കളയിലിരുന്ന് കഴിക്കുന്നു. എല്ലാവരും ഓരോ ഭാഗങ്ങളിലിരുന്ന് അവർക്കിഷ്ടമുള്ളതുപോലെ കഴിക്കുമ്പോൾ പ്രിയമുള്ളവരെ എങ്ങനെയാണ് അവിടെ ഒരു ബർക്കത്തുണ്ടാവുക? എങ്ങനെയാണ് അവിടെ ഒരു ബർക്കത്തുണ്ടാവുക എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കുക. ഒരു ഉപ്പയും ഒരുമ്മയും ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ധാർമ്മികമായ സന്ദേശത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന ധാർമ്മികമായൊരു സന്ദേശത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ എന്നും പറയുന്നു, നമ്മുടെ വീടുകളിൽ സിനിമയുണ്ട്, നമ്മളുടെ വീടുകളിൽ റിയാലിറ്റി ഷോയുണ്ട്, നമ്മളുടെ വീടുകളിൽ സീരിയലുകളുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്ന് മക്കളും ഭാര്യയുമായി ഒരുമിച്ചിരുന്നത് കാണുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നൊരു കാര്യം, ഒരു വ്യക്തി അദ്ദേഹത്തോട് ഒരു വിഷയം സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലെ 150 റിയാലിന് ഞാൻ TV വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്, വിസ്ഡം ഹൗസുമായി ബന്ധപ്പെട്ട് കൊണ്ട് സംസാരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളും അവതരണങ്ങളൊക്കെ കഴിഞ്ഞു. 150 റിയാലിന് TV വാങ്ങാൻ അദ്ദേഹം കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. ആ TVയിലൂടെ എന്തായാലും ഖൈറുകളൊന്നുമില്ല, ഷറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, അത്തരം നമ്മൾ ചിലവാക്കുന്ന എത്രയോ അനാവശ്യമായ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ ചേർത്ത് വെച്ചാൽ തന്നെ ഉണ്ടാകും നമുക്ക് കൊടുക്കാൻ നല്ലൊരു എമൗണ്ട്. അതുകൊണ്ട് സാന്ദർഭികമായി ആ കാര്യം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ TVയിലൂടെയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയും അനാവശ്യമായി നമ്മൾ വാങ്ങിയെടുക്കുന്ന ഈ ഹറാമുകളിലൂടെയെല്ലാം ഉണ്ടാകുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിഷമം വരുമ്പോൾ പാക്കറ്റ് കണക്കിന് സിഗരറ്റ് വലിച്ചു തീർക്കുന്ന ഒരു നായകനെ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നൊരു ഉപ്പ, ആ മക്കൾക്ക് കൊടുക്കുന്ന ധാർമ്മികമായ സന്ദേശം എന്താണ്? സിനിമ സ്റ്റൈലിൽ വന്ന്
ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹോളിനകത്ത് കയറി തൻ്റെ പ്രിയപ്പെട്ട കാമുകയെ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന കാമുകനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഒരു ടെൻഷൻ വരുമ്പോഴേക്ക് കൂട്ടുകാരുമായി ഒരു മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് മദ്യപിക്കുന്ന, മദ്യസേവ ചെയ്യുന്ന നായകനെ, ഹീറോയെ കാണിച്ചു കൊടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ധാർമ്മികമായ സന്ദേശമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരിക്കുന്ന കുടുംബമായിരുന്നു. ധാർമ്മികമായ സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്ന കുടുംബമായിരുന്നു. വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കുടുംബമായിരുന്നു. ഇല്ല, കളിതമാശകൾ വരെ പറയുന്ന കുടുംബമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരുമകനും മകളുമായി ഇരിക്കുന്ന ഒരു തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മരുമകൻ ഈത്തപ്പഴത്തിൻ്റെ ഒരു കുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് നീക്കി വെച്ചിട്ട് ഭാര്യയോട് പറയാണ്, ഫാത്തിമ, എൻ്റെ ഉപ്പ വല്ലാത്തൊരാളാട്ടോ, നിന്റെ ഉപ്പ വല്ലാത്തൊരാളാട്ടോ, എത്ര ഈത്തപ്പഴമാ നിന്റെ ഉപ്പ കഴിച്ചു തീർത്തത്. നേരെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക ഒരു കമന്റ്, അല്ല ഫാത്തിമ, നിന്റെ ഭർത്താവും വല്ല ആളാട്ടോ, ഞാൻ ഈത്തപ്പഴം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, നിന്റെ ഭർത്താവ് ഈത്തപ്പഴത്തിന്റെ കുരു അടക്കം കഴിച്ചല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക ഒരു കമന്റ്. അല്ലേ, എത്ര മനോഹരമായ കുടുംബമാണ്. ഒരു തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എത്ര മനോഹരമായി തമാശകൾ പറഞ്ഞ് കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ തമാശകളും ഗൗരവമേറിയ ആയത്തുകളൊക്കെ കേട്ട് വളർന്നവരായിരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അവർ രണ്ടുപേരും ഒരു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യന് വുളു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവ മനുഷ്യൻ്റെ വുളു ആദ്യം മുഖം കഴുകുക, പിന്നെ വാ കുപ്പിക്കുക, പിന്നെ കൈ കഴുകുക, പിന്നെ കാലെഴുകുക, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രൂപത്തിലാണ് വുളു എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അല്ല ഹുസൈൻ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനല്ലല്ലോ നമ്മൾ വുളു എടുക്കാൻ പഠിപ്പിച്ചത്. എന്നിട്ട് ആ വ്യക്തിക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നറിയോ? ഹുസൈൻ റളിയല്ലാഹു അൻഹു തെറ്റായിട്ട് വുളു എടുക്കുന്നുണ്ട്. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ഹുസൈൻ, ഇങ്ങനല്ല നബി പഠിപ്പിച്ചത്, ഇങ്ങനെ കഴുകാനാണ് പഠിപ്പിച്ചത്, ഈ ഓർഡറിലല്ല പഠിപ്പിച്ചത് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് വൃദ്ധനായ മനുഷ്യൻ നോക്കി നിന്ന് വുളു എടുക്കാൻ പഠിക്കാൻ. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക പ്രിയമുള്ളവരെ? അവർ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിച്ചത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്നായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നബിയുടെ കുടുംബത്തിൽ നിന്നും ദീന് പഠിച്ചു വളർന്ന മക്കളാണ്. എന്തേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാൻ കഴിയുന്നില്ല? ഒരു മുതിർന്ന ഒരാൾ വരുമ്പോൾ ഒന്നാ കസേര എഴുന്നേറ്റ് കൊടുക്കാനുള്ള ധാർമ്മിക ബോധം എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉപ്പ നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഉപ്പയോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്, ഒരു ഉമ്മയോട് കാണിക്കേണ്ട മര്യാദയുണ്ട്, ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ കാണിക്കേണ്ട മര്യാദയുണ്ട്. ആ ധാർമ്മികമായ ബോധമൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടകലുന്നു? വീട്ടിൽ കുട്ടികൾ ദീന് പഠിക്കുന്നില്ല, വീട്ടിൽ ദീന് പഠിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുമില്ല. പ്രിയമുള്ളവരെ, മഗ്രിബ് നമസ്കാരങ്ങൾക്ക് ശേഷം അതല്ല ഏതൊരു സമയമാകട്ടെ, സമയം സെലക്ട് ചെയ്ത് എല്ലാ ദിവസവും നമ്മുടെ മക്കളോടൊപ്പം ചേർന്നിരുന്ന് ദീന് പഠിക്കുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. നമ്മളും ദീന് പഠിക്കണം, നമ്മളും ഖുർആൻ ഓതണം. അല്ലേ, നമ്മുടെ സെന്ററുകളുടെ കീഴിൽ എത്രയോ വിജ്ഞാനവേദികൾ നടക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കട്ടെ, ആ വിജ്ഞാനവേദികളിലേക്ക് സ്വന്തം മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന എത്ര ഉപ്പമാരും ഉമ്മമാരുണ്ട്? നമ്മൾ നേരെ വണ്ടി എടുക്കുന്നു, നേരെ നമ്മുടെ വിജ്ഞാനവേദിയിലേക്ക് വരുന്നു. എന്നാൽ അതിനുമപ്പുറം എൻ്റെ കുട്ടി കൃത്യമായി കൊണ്ട് വിജ്ഞാനവേദികളിൽ ദീനി സദസ്സുകളിൽ വരണം. എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കുട്ടി ദീന് കേൾക്കണം. അവനൊന്നും മനസ്സിലായില്ല, ഒക്കെ പോട്ടെ, പക്ഷെ അവിടെ വന്നിരിക്കണമെന്നുള്ള ധാർമ്മികമായ സന്ദേശം കൈമാറാൻ നമുക്ക് കഴിയും. അവനവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും.
ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ കുറെ ഉപദേശിക്കാൻ മാത്രമുള്ള യന്ത്രമായി ഒരിക്കലും നമ്മുടെ മക്കൾക്ക് തോന്നരുത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്കത് തോന്നിയിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകരുത് എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. അതുകൊണ്ട് ദീന് പഠിക്കാനും ദീനീ കാര്യങ്ങളിൽ ചേർന്ന് നിർത്താനുമുള്ള തൗഫീഖ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. കാസർഗോഡ് വെച്ച് നടന്ന പ്രോഫ്കോൺ തീരുന്ന സമയത്ത് ആ പ്രോഫ്കോണിൻ്റെ അവസാനം വലിയ ബിഗ് സ്ക്രീനിൽ എഴുതി വെച്ച് ചില വാചകങ്ങൾ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: 3 ദിവസത്തെ പ്രോഫ്കോണിൻ്റെ പഠനയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഒരുപാട് നേട്ടങ്ങളുമായി ഖൈറുകളുമായി ആയിരക്കണക്കിന് കുട്ടികൾ പ്രോഫ്കോണിൻ്റെ സദസ്സുകളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ഇനി ഇൻഷാ അള്ളാഹു വിധിച്ചാൽ നമുക്ക് ദുനിയാവിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം. അള്ളാഹു അനുവാദം നൽകിയില്ലെങ്കിൽ ഇനി നമുക്ക് പരലോകത്തും വെച്ച് കാണാം. ഇങ്ങനൊരു എഴുത്തായിരുന്നു ആ സ്ക്രീനിൽ ഉണ്ടായിരുന്നത്. ആ എഴുത്ത് എഴുതിയത് പ്രിയപ്പെട്ട സുഹൃത്ത് ഫഹമി ഫറാസാൻ. ഇന്ന് ഫഹമി ദുനിയാവിലില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, അന്ന് ഫഹമി അത് എഴുതി പോകുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നീട് ഞങ്ങളുടെ കൂടെ ദഅ്വാ രംഗത്ത് ഫഹമി ഉണ്ടാകില്ല എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഫഹമിയെ അങ്ങനെ വാർത്തെടുത്തൊരു ഉപ്പയുമ്മയുണ്ട്. അങ്ങനെ ദീനി രംഗത്തേക്ക് വെറും 21-22 വയസ്സ് മാത്രമുള്ള ഫഹ്മിയെ അങ്ങനെ എഴുതാനും പരലോകം ബോധ്യപ്പെടുത്തിയും സ്വർഗനരകങ്ങളുണ്ട്, അധ്വാനിക്കണം, ദീന് പഠിക്കണം, അനുസരിച്ച് ജീവിക്കണം, പ്രബോധനം ചെയ്യണം, നാട്ടിൽ ദഅവത്ത് എത്തിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണമെന്ന് കേവലം ടീനേജ് പ്രായത്തിലുള്ള ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ച് ദീനി കളത്തിലേക്ക് ഇറക്കിവിട്ട ഒരു വാപ്പയും ഉമ്മയുമുണ്ട്. അവർ മാത്രം കാണാതെ പോകരുത്. അതുപോലെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മക്കളുടെ വിഷയത്തിൽ ഒരു ഉറച്ച സ്റ്റാൻഡ് എടുക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 2 ഉമ്മമാരെ കുറിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ഉമ്മയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞറിയോ, ഫഖാനതാഹുമ, ആ ഉമ്മ അള്ളാഹിനെ വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. ആ ഉമ്മയെക്കുറിച്ച് അള്ളാഹു എന്തറിയോ, ആ ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഞ്ചിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ആരാണ് ഉമ്മ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിൽ മകൻ വിളിക്കും. മകൻ പറയണ്ടല്ലോ, ഇല്ല, ഞാൻ ഏതെങ്കിലും മലമുകളിലേക്ക് രക്ഷപ്പെട്ടോളാം എന്ന രൂപത്തിൽ ആ മകനെ വളർത്തി വലുതാക്കിയ ഉമ്മയെക്കുറിച്ച് ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ആ ഉമ്മമാരായി എൻ്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാർ മാറരുത്. എന്നാൽ ഹാജറ ബീവി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ഉമ്മയാണ് ഹാജറ ബീവി അലൈഹി സ്വലാത്തു വസ്സലാമ. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഴുത്തിൽ കത്തിവെക്കുമ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നത്, ഉപ്പ, അള്ളാഹിൻ്റെ കൽപ്പനയാണോ, നിങ്ങൾ ചെയ്തോളി, ഞാൻ എൻ്റെ വിഷയത്തിൽ ക്ഷമിക്കുന്നവനായി ക്ഷമാശീലരുടെ കൂട്ടത്തിൽ ഉപ്പ ഈ ഇസ്മായിലിനെ നിങ്ങൾക്ക് കാണാമെന്ന് പറയുമ്പോൾ ആ ഇസ്മായിലിനെ അങ്ങനെ വളർത്തിയെടുത്തൊരു ഹാജറ ബീവിയുണ്ട്. ആ ഹാജറ ബീവിമാരായി മാറാൻ പ്രവാസികളായ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് കഴിയണം. ആ നിലക്ക് നമ്മളുടെ കുടുംബത്തെ ധാർമ്മികമായി കൊണ്ട് വളർത്തിയെടുത്തി ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിലാക്കി മാറ്റാൻ ആ കുടുംബത്തെ എടുത്ത് നോക്കുമ്പോൾ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുന്ന ധാർമ്മികമായ ഒരു കുടുംബമായി, കുടുംബ സംവേദം തന്നെ ഇത്തരത്തിലുള്ള ദീനി സദസ്സുകളിലേക്ക് കടന്നു വന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഇണക്ക് ധാർമ്മികമായ സന്ദേശങ്ങളെ കൈമാറുന്ന നല്ല വ്യക്തികളായി നമ്മൾ മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ലൊരു ഉപ്പയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ലൊരു ഭർത്താവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ലൊരു അമ്മോശനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ലൊരു കൃത്യമായി കൊണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മധ്യവയസ്കനായ ഒരു വ്യക്തിയുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം നമ്മളെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. കൃത്യമായി ജീവിതം വരച്ചു ചേർത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കാണിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിക്കൊണ്ട് ആ നിലക്ക് ദീന് പഠിച്ചു പോവുക. നാളെ മരണപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് ഉത്തരം പറയാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകണം. ഈ ലോകത്ത് നമ്മൾ മരണപ്പെട്ട് നമ്മളുണ്ടാക്കിയ വീട്ടിൽ, ആ വീട്ടിൻ്റെ നടുത്തളത്തിൽ നമ്മളിങ്ങനെ മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ മകൻ അടുത്തു വന്ന് പറയാൻ കഴിയണം, ഉപ്പ,
ഉപ്പ പഠിപ്പിച്ച ധാർമ്മികമായ സന്ദേശങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഉപ്പ പഠിപ്പിച്ച നമസ്കാരം ഞാൻ കൃത്യമായി പാലിക്കും. ഉപ്പ പഠിപ്പിച്ച ദീനി രംഗത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉപ്പ എൻ്റെ ലൈഫിൽ ഞാൻ നിലനിർത്തുമെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മയ്യത്തിനടുത്ത് വെച്ച് പറയാൻ മാത്രമുള്ള ആ നിലയ്ക്കുള്ള സന്ദേശങ്ങൾ കൈമാറുന്നവരായി ഒരു ഉപ്പ എന്നുള്ള നിലയ്ക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് പ്രിയമുള്ളവരെ നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.